അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫാക്റ്റ് സൂമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യാന്വേഷികളായ സഹോദരങ്ങളെ, കേരളത്തിലെ വിസ്ഡം വിഭാഗത്തിൻ്റെ പണ്ഡിതനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും ജിന്ന് മനുഷ്യനിൽ രോഗമുണ്ടാക്കും എന്ന വാദം ശക്തമായി പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. മാത്രവുമല്ല, വ്യത്യസ്തങ്ങളായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അബദ്ധധാരണകളും ഖുർആനിനും തിരുസുന്നത്തിനും എതിരായ വിശ്വാസ ആചാരങ്ങളും അതിശക്തമായി പ്രചരിപ്പിക്കുന്ന വിഭാഗമാണ് വിസ്ഡം. അതിലെ പണ്ഡിതനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ജിന്ന് രോഗമുണ്ടാക്കും എന്ന വാദം ശരിയല്ല, വസ്തുതാപരമല്ല എന്ന് സമർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവർ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതനായ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ്റെ ഒരു ഉദ്ധരണി നമ്മൾ വായിച്ചു കേൾപ്പിച്ചിരുന്നു. പ്രസ്തുത ഉദ്ധരണി വന്നിട്ടുള്ളത് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി പ്രകാശനം നിർവഹിച്ചിട്ടുള്ള ജിന്ന്, പിശാജ്, റുഖിയ ശർഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകത്തിലും സയ്യിദ് സഅഫർ സാദിഖ് വിവർത്തനം ചെയ്തിട്ടുള്ള രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന പുസ്തകത്തിലും ആണ്. ജിന്ന് രോഗമുണ്ടാക്കും എന്ന വിശ്വാസം ഷിർക്കാണ് എന്നാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. കേരളം മർക്കസ് ദഅവ വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർ ജിന്ന് രോഗമുണ്ടാക്കും എന്ന വിശ്വാസം അംഗീകരിക്കുന്നില്ല. ഷെയ്ഖ് സാലിഹുൽ ഫൗസാനെ ഉദ്ധരിച്ചിട്ടുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് മാത്രമാണ്. അഥവാ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞതുപോലെ ശത്രുവിൻ്റെ കയ്യിലുള്ള ആയുധം വാങ്ങിയതിന് ശേഷം നിങ്ങളെ ശക്തമായി പ്രതിരോധിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ്റെ ഉദ്ധരണി ഞങ്ങളെയല്ല ബാധിക്കുന്നത്, നിങ്ങളെയാണ് ബാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉദ്ധരണി ഉദ്ധരിക്കുക വഴി അദ്ദേഹം അഖീദത്തു തൗഹീദ് എന്ന ഗ്രന്ഥത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് എന്ന് സിറാജുൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് തെറ്റായ വാദമാണ്. അദ്ദേഹം കളവ് പറഞ്ഞു എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്നാൽ ഇവിടെ അദ്ദേഹം നമ്മൾ ഷെയ്ഖുൽ സാലിഹ് ഫൗസാൻ്റെ ഓരോ ഉദ്ധരണികളും ഉദ്ധരിച്ച് അത് സമർത്ഥിച്ച് ആ വിശ്വാസം യഥാർത്ഥത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, നിങ്ങൾക്കില്ലേ, നിങ്ങളെന്താണ് പറയുന്നത്, നിങ്ങൾ കളവ് പറയുകയല്ലേ എന്ന് പറഞ്ഞ് വ്യാകുലതപ്പെടുന്നത് കാണാൻ പറ്റും. ഒരു വേള വളരെ പകയിലും ദേഷ്യത്തിലും ഒക്കെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതും കാണാൻ പറ്റും. അത് ഓരോരുത്തരുടെയും ശൈലി അനുസരിച്ച് അവർ ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. നമുക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അത് കഴിഞ്ഞ ഞങ്ങളുടെ ഫാക്റ്റ് സൂമിങ്ങിൻ്റെ എപ്പിസോഡിൽ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് പറഞ്ഞത്. ഒരു മുസ്ലിമിൻ്റെ
വിശ്വാസ ആചാര അനുഷ്ഠാന കാര്യങ്ങളെ അവലംബിക്കുന്നതിൻ്റെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ് നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത്. സിറാജു ബാലുശ്ശേരി തന്നെ പറയുന്നത് മദ്ഹബിൻ്റെ പണ്ഡിതന്മാരോ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകളോ ആര് തന്നെ ഖുർആനിനെതിരായി പ്രവാചകൻ്റെ തിരുചര്യക്കെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല എന്നു തന്നെയാണ്. അതേ വാദം തന്നെയാണ്, അതേ അഭിപ്രായം തന്നെയാണ് KNM മർക്കുസ് ദഅവക്കും ഉള്ളത്. നിങ്ങൾ ഒരു മാസവും അതിലധികവും സമയമെടുത്ത് വിശദീകരിച്ചാലും തീരാത്ത വിധത്തിൽ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു. ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ കൂടും, ജിന്ന് രോഗമുണ്ടാക്കും, സ്ത്രീകളുമായി ശരീരസമ്പർക്കത്തിലേർപ്പെടും, അബോർഷൻ ഉണ്ടാക്കും, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും തുടങ്ങിയ പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി ഒരു മാസക്കാലം ഉദ്ധരിച്ചാൽ പോലും തീരാത്ത പണ്ഡിതവചനങ്ങൾ ഉണ്ട് എന്നാണ് സിറാജ് ബാലുശ്ശേരി പറയുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ നിങ്ങളത് ഉദ്ധരിച്ചോളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങളതിന് സമയം കളയേണ്ടതില്ല എന്നാണ്. മറിച്ച് ഖുർആനിനും പ്രവാചകൻ്റെ തിരുചര്യക്കും, അതാണല്ലോ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രമാണം, ആ പ്രമാണത്തിനോട് യോജിക്കുന്ന തരത്തിൽ ആ പ്രമാണത്തെ പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ആരു പറഞ്ഞാലും ശരി അത് അംഗീകരിക്കുക എന്ന പ്രഖ്യാപിത നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ആ പാരമ്പര്യം ശരിയായി നിലനിർത്തി വരുന്ന അഹ്ലുസുന്നയുടെ അഭിപ്രായം എന്താണോ ആ അഭിപ്രായം ഖുർആനിനും സുന്നത്തിനും യോജിക്കുന്നത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ പാരമ്പര്യം നിലനിർത്തി വരുന്ന പ്രസ്ഥാനമാണ് മർക്കസുദ് ദഅവ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയോട് വിനയപൂർവ്വം ഒരു കാര്യം താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ പ്രഭാഷണത്തിൽ ആ കാര്യങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ്റെ ഏതെങ്കിലും ഉദ്ധരണികൾ വായിച്ചുകൊണ്ട് അത് അംഗീകരിക്കുമോ അംഗീകരിക്കുകയില്ലേ എന്നോ, പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ വായിച്ചു കൊടുത്തുകൊണ്ട് അത് അംഗീകരിക്കുമോ അംഗീകരിക്കുകയില്ലേ എന്ന് ചോദിക്കേണ്ടതില്ല. മറിച്ച് ഖുർആനിനും സുന്നത്തിനും അനുകൂലമാകുന്ന പ്രമാണം ഉദ്ധരിക്കേണ്ടത് ഖുർആനും സുന്നത്തുമാണ്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ദീർഘമായി ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി, പ്രവാചകൻ്റെ ഹദീസിൽപ്പെട്ട ഭാഗങ്ങളും ഓതി. പക്ഷേ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിക്ക് ഖുർആനിനോടോ സുന്നത്തിനോടോ പ്രത്യേകിച്ച് വലിയ വിശദീകരണമൊന്നും താല്പര്യമില്ല. മറിച്ച് പണ്ഡിതവചനങ്ങളാണ് കൂടുതലായി വിശദീകരിച്ചിട്ടുള്ളത്. അലിമദനി, നിങ്ങൾ സിഹറിൻ്റെ ഭാഗം വിശദീകരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ജിന്ന് രോഗമുണ്ടാക്കുമോ ഇല്ലയോ എന്ന വിഷയം വിശദീകരിക്കുന്നിടത്തും വളരെ കൃത്യമായി ഏതാണ്ട് 10-20ഓളം ആയത്തുകൾ ഓതിയിട്ടുണ്ട്. പക്ഷെ ആ ആയത്തുകളെ സംബന്ധിച്ച് ഒരു അക്ഷരം പോലും എന്ത് ചെയ്യുന്നില്ല, മിണ്ടിയിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ പ്രമാണമായി മനസ്സിലാക്കേണ്ട ഖുർആനിലേക്കും സുന്നത്തിലേക്കും താങ്കൾ വരണം എന്നതാണ്, വിസ്ഡം വിഭാഗം വരണം എന്നതാണ് വളരെ വിനയാന്വിതമായി നമുക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, നമ്മളതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇയാൾ ഈ സിറാജ് ബാലുശ്ശേരി ഇടക്കിടക്ക് കളവ് പറയുകയാണോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾക്ക് ചിന്താശേഷിയില്ലേ എന്നൊക്കെ ഇടക്കിടക്ക് ഇയാൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് മുഴുവൻ കളവാണ് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ. ഇപ്പോൾ ഉദാഹരണമായിട്ട് അദ്ദേഹം ആരോപിച്ചൊരു ആരോപണം, സിഹർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. എന്നാൽ അലി മദനി മൊറയൂർ പറയുന്നത് എന്താണ്? അങ്ങനെ പിശാചിനെ ആരാധിച്ചുകൊണ്ട് ഒരു സിഹറുണ്ട്, അപ്പോൾ അത് ഫലിക്കും, അപ്പോൾ പിശാചിൻ്റെ അധ്യാപനം ഫലിക്കും, അപ്പോൾ നിങ്ങളും ഇതൊക്കെ അംഗീകരിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്ത് അങ്ങനെ ഒരു സിഹർ നിലനിൽക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി ആ പണ്ഡിതൻ വിശദീകരിച്ചു. ആ വിശ്വാസം തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനുള്ളത്. അങ്ങനെ ഒരു സിഹർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് വിശ്വസിക്കുന്ന ആളുകൾ സിഹറിൻ്റെ ആളുകളായി മാറുമോ? അപ്പോൾ സിഹർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. മറിച്ച്
സിഹിർ ഫലിക്കുമെന്ന വിശ്വാസത്തെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായി എടുത്തു നോക്കും നിങ്ങൾ, സൂറത്തു നിസാഇൻ്റെ 51, 52 ആയത്തിൽ അള്ളാഹ് അഹ്ലു കിതാബിൽപ്പെട്ട ചില വിഭാഗങ്ങളെ ശപിച്ചതായി കാണാം. അതിന് കാരണം പറയുന്നത് ഒന്ന് യുഅ്മിനൂന ബിൽ ജിബുത്തി, അതുപോലെ തന്നെ താഗൂത്ത്, ജിബുത്തിൽ വിശ്വസിക്കുന്നവർ താഗൂത്തിൽ വിശ്വസിക്കുന്നവരാണ്. മൂന്നാമതൊരു കാരണം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്, വിശ്വാസി സമൂഹത്തേക്കാൾ ഉത്തമർ അവിശ്വാസി സമൂഹമാണ് എന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു. അവിടെ ജിബുത്തിൻ്റെ അർത്ഥം രണ്ടർത്ഥങ്ങൾ മുഫസ്സിറുകൾ കൊടുത്തത് നമുക്ക് ഈ സന്ദർഭത്തിൽ എടുത്ത് പറയാം. ഒന്ന് മാരണമെന്ന സിഹിർ, അബാനി മൗലവിയുടെയൊക്കെ ഖുർആൻ വിവരണം എടുത്തു നോക്കിയാൽ അവിടെ ആഭിചാരം മാരണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് വിഗ്രഹം എന്നാണ്. അപ്പോൾ വിഗ്രഹം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഒരാൾ ശിർക്ക് ചെയ്യുമോ? അയാളുടെ വിശ്വാസത്തിൽ പോരായ്മ വരികയില്ലല്ലോ. നേരെ മറിച്ച് ആ വിഗ്രഹം എൻ്റെ ജീവിതത്തിൽ വൈബിയായ വിധത്തിൽ എനിക്ക് രക്ഷയോ ശിക്ഷയോ നൽകുമെന്ന വിശ്വാസമാണെന്ന് ശിർക്കിലേക്ക് എത്തുന്നത്. അതേപോലെ മാരണം സിഹിർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ആരും എന്ത് ചെയ്യുന്നില്ല, അതുകൊണ്ട് അയാൾ ഈ ശിർക്കിലകപ്പെടുന്നില്ല മാരണമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിലൂടെ. മറിച്ച് മാരണം ഫലിക്കുമെന്ന വിശ്വാസത്തിലൂടെ അയാൾ എന്ത് ചെയ്യുന്നു, ഷിർക്കിലേക്ക് അകപ്പെടുന്നു. അതിന് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മാരണം ചെയ്യുന്ന ആള് അയാളുടെ ജീവിതത്തിൽ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് മാരണത്തിൻ്റെ ഫലപ്രാപ്തി ആ സാഹിർ മാരണക്കാരൻ എന്ത് ചെയ്യുന്നത്, തേടുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വായിക്കുകയാണ്, നമ്മൾ നേരത്തെ വായിച്ച സ്വാലിഹ് ഫൗസാന്റെ ഉദ്ധരണി, പിന്നെ വൻ പാപങ്ങളാൽ കബായിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് വീണ്ടും നമ്മൾ വായിക്കുകയാണ്. സിഹിറിലെ ഒന്നാമത്തെ ഷിർക്കിൻ്റെ രൂപം മാരണത്തിൻ്റെ ഷെയ്ത്താനെ പിശാച്ചിനെയാണ് ഉപയോഗിക്കുന്നത്. പിശാച്ചിനെ വിളിച്ചു പ്രാർത്ഥിച്ചും പിശാച്ചിന് ബലിയറുത്തും നേർച്ച ചെയ്തും മറ്റും പിശാച്ചുമായി ബന്ധമുണ്ടാക്കുകയും അവരെ തൃപ്തിപ്പെടുത്തി അവരിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആരാധനയിലുള്ള ശിർക്ക് സംഭവിക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പോൾ സിഹിറിന് ഫലപ്രാപ്തി കിട്ടാൻ സാഹിർ വാദിക്കുന്നത് ഞാൻ ഷെയ്ത്താനെ ആരാധിച്ച് ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഷെയ്ത്താൻ എന്നെ എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ സിഹിറിന് ഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ സാഹിറിൻ്റെ ഇതേ വാദം എന്ത് ചെയ്യേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. സിറാജിനത് മനസ്സിലായിട്ടും മനസ്സിലായിട്ടില്ല എന്ന് അഭിനയിക്കുകയാണോ എന്ന് അറിയുകയില്ല. അതിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു വിഷയം, ഇപ്പോൾ സിഹിർ സബുൽ മുബിക്കാത്തിൽപ്പെട്ട ഒന്നാണ്, മദ്രസ പാഠപുസ്തകത്തിൽ അതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദ് സബുൽ മുബിക്കാത്തിൽപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഷിർക്ക്, രണ്ട് സിഹിർ എന്ന് പറയുന്നതോടുകൂടി അയാൾ ഷിർക്ക് ചെയ്തു സിഹിർ ചെയ്തു എന്ന് നമ്മൾ പറയണില്ലല്ലോ. ആരും പറയില്ല. പക്ഷെ അത് ശരിക്ക് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള ഇയാളുടെ ഒരു തത്രപ്പാടാണ്. അത് ഞങ്ങൾക്ക് തിരിച്ചറിയാം സിറാജ്. പക്ഷെ നിങ്ങൾ കാര്യം വ്യക്തമാക്കണം. വളരെ വ്യക്തമായി നിങ്ങളോട് ചോദിക്കുകയാണ്, സാഹിർ വിശ്വസിക്കുന്നത് ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവൻ എന്നെ സഹായിക്കും, അതിലൂടെയാണ് എൻ്റെ മാരണത്തിന് ഫലം ലഭിക്കുന്നത് എന്നാണ് സാഹിർ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സിഹിറിന് ഫലമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ സാഹിറിൻ്റെ അതേ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യണം, അംഗീകരിക്കേണ്ടി വരും. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. കാരണം ഷെയ്ത്താൻ എന്നല്ല, പടച്ചവരല്ലാത്ത ഒരു ശക്തിയെ ആരാധിച്ചു കഴിഞ്ഞാലും ആരാധന ദുആ ആണ് എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതു തന്നെയാകുന്നു ആരാധന. അപ്പോൾ ആ ആരാധന, ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക. സൂറത്തു ഫാത്തിറിലെ 13, 14 വചനം നിങ്ങൾ വായിച്ച് പഠിച്ചു നോക്കി. അതിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് 13-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, വല്ലദീന തദ്ഉന മിൻ ദൂനി മാ യംലികൂന ബിഖത്ബിർ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു ശക്തിയും ഒരു കാരക്കക്കുരുവിൻ്റെ പാഠം പോലും എന്ത് ചെയ്യുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല. രണ്ടാമത് അവിടെ പറഞ്ഞെന്താ, ഈ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ തേടിയാൽ ആ തേട്ടം അവർ കേൾക്കില്ല.
3 വലൗ സമിഉ മസ്തജാബുലക്കും, കേട്ടാലും ഉത്തരം ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, പടച്ചവനാണ് ഇത് കൃത്യമായി നിന്നെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ശൈത്താനെയോ ഉസൈർ അലൈഹിസ്സലാമിയെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ മലക്കുകളെയോ ആരാധിക്കുകയോ പൂജിക്കുകയോ ചെയ്താൽ ആ ആരാധനയുടെയും പൂജയുടെയും ഫലമായി ശൈത്താൻ എന്ത് ചെയ്യുകയില്ല, ഇവരെ സഹായിക്കുകയില്ല. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൻ്റെ എതിരാണ് അങ്ങനെ സഹായിക്കുമെന്ന വിശ്വാസം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് മാത്രമേ തിരിച്ചുവിടാൻ പാടുള്ളൂ എന്നതാണ്. അപ്പോൾ ആ രീതിയിൽ സാഹിറിന് സിഹിറിൻ്റെ ഫലം ലഭിക്കാൻ, മാരണത്തിൻ്റെ ഫലം ലഭിക്കാൻ അവൻ ശൈത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു എന്ന ആ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഏതുപോലെ ഇപ്പം ബദരീകളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, സിറാജ് വിളിച്ച് പ്രാർത്ഥിക്കൂല, നമുക്ക് ഉറപ്പാണ്. കാരണം അതെന്താണ്? ഷിർക്കാണ്. പക്ഷെ സിറാജ് പറയാണ് ബദരീകളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ വിളിച്ച് എന്ന് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല. പക്ഷെ പ്രാർത്ഥിക്കണോര് അല്ലറ ചില്ലറ സഹായമൊക്കെ കിട്ടും, പ്രാർത്ഥിക്കുന്നവന് അല്ലറ ചില്ലറ സഹായമൊക്കെ കിട്ടും എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്ക് തന്നെയല്ലേ? അത് ഷിർക്കാണ്. അതുപോലെ അതിന് സമാനമായൊരു ഉദാഹരണം സിറാജ് ബാലുശ്ശേരി പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഒരാൾ, ലോകത്ത് മദ്യപാനികളുണ്ട്, മദ്യം തിന്മയാണ്, മദ്യത്തിന് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് എന്നൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾ മദ്യപാനിയാകുമോ? ലോകത്ത് വ്യഭിചാരമുണ്ട്, വ്യഭിചാരത്തിന് ഇന്ന പ്രശ്നങ്ങളൊക്കെയുണ്ട് എന്ന് ഒരാൾ പറയുന്നതോടുകൂടി അയാൾ വ്യഭിചാരിയാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സിഹിറിനെ സംബന്ധിച്ച് ലോകത്ത് സിഹിറുണ്ട്, സാഹിര്യങ്ങളുണ്ട്, സിഹിർ ചെയ്യുന്നവരുണ്ട് എന്ന് വിശ്വസിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ശിർക്ക് ചെയ്യുന്നവരായി മാറുന്നത്? ചിരിക്കാനോ കരയാനോ കഴിയാത്ത, ബുദ്ധി തകിടം മറിയുന്ന എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ചിരിച്ചാലും കരഞ്ഞാലും ഒന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ആ ഉദാഹരണം ഒരു സാമാന്യ ബുദ്ധിക്ക് ഇവിടെ യോജിക്കുന്നതല്ല. മദ്യം അതേപോലെ തന്നെ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു കർമ്മമാണ്, ഒരു അനുഷ്ഠാനമാണ്. ആ അനുഷ്ഠാനം ചെയ്യുക വഴിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? തെറ്റായി മാറുന്നത്. രണ്ടാമത്തത് ഷിർക്ക് എന്ന് പറയുന്ന സംഗതി. ഷിർക്ക് എന്ന് പറയുന്നത് വിശ്വാസവുമാണ് കർമ്മവുമാണ്. നേരത്തെ അലിമദിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ താനൂര് പഴയ കാലത്തുള്ള ഒരു ചരിത്ര സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തുലാഭാരം നടത്തിയതിന് ശേഷം കുട്ടികളുണ്ടായി എന്നത്. തിരൂര് ചെങ്കര ഭാഗത്തുള്ള ഒരാൾക്ക് തുലാഭാരം നടത്തി, അബൂബക്കർ ഹാജി തുലാഭാരം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി. അദ്ദേഹത്തെ എന്നിട്ട് തുലാഭാരം നടത്തിയതിൻ്റെ പേരിൽ മഹല്ലെന്ന് പുറത്താക്കി എന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ വിശ്വാസപ്രകാരം അവിടെ എന്ത് ചെയ്തു? ഒരു ഫലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഫലമുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ആളുകൾക്കൊക്കെ അതും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് ആളുകൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, അങ്ങനെ ഉണ്ട്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെയും എന്താകും? അത് ഷിർക്കായി തീരും. കാരണം തൗഹീദ് ഷിർക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസപരമായൊരു കാര്യമാണ്. കള്ള് എടുത്തു കുടിക്കണം, വ്യഭിചാരം പോയി ചെയ്യണം. നേരെ മറിച്ച് ഒരാൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടായി അയാൾ പ്രാർത്ഥിക്കുന്നതോടുകൂടി അയാളുടെ വിശ്വാസത്തിലും ഷിർക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുവഴി കർമ്മത്തിലും അയാൾക്ക് ഷിർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ആളുകളെ ഒരു തരത്തിൽ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ഉദാഹരണത്തിലൂടെ സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായാൽ തന്നെ, ഒരു തോന്നൽ ഉണ്ടായാൽ തന്നെ അത് യഥാർത്ഥത്തിൽ തെറ്റിൻ്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹിയുടെ ഹദീസിൻ്റെ പരാമർശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അൽ ഖാത്തിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്ന ആളും അതേപോലെ തന്നെ കൊല ചെയ്യപ്പെട്ട ആളും നരകത്തിലാണ്. അപ്പൊ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ് റസൂലെ, എന്നാൽ കൊല്ലപ്പെട്ട ആൾ എങ്ങനെയാണ് നരകത്തിൽ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾക്കും തിരിച്ചു കൊല്ലാനൊരാഗ്രഹം മനസ്സിലുണ്ടായിട്ടില്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ലികുല്ലി ഇംരിഇം മിൻഹും മാനവ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം?
മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായാൽ തന്നെ അതിൻ്റെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കപ്പെടും എന്നതല്ലേ, അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നത് മാത്രം. അപ്പോൾ അത്തരം ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് ഒരുതരം നിസ്സാരവൽക്കരിക്കുന്ന, ശിർക്കിനെ നിസ്സാരമാക്കി തീർക്കുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ഒരു പണ്ഡിത അഭിപ്രായത്തിന് യോജിച്ചതല്ല എന്നാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതായത് ഈ തൗഫീക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സിറാജിനും ടീമിനും. എന്ന് വെച്ചാൽ എന്തിനുള്ള തൗഫീക്ക്? തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും സിറാജ് ഇങ്ങോട്ടാണ് അത് ആരോപിക്കുന്നത്, നിങ്ങൾക്ക് തൗഫീക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുചര്യയും കൃത്യമായി മനസ്സിലാക്കുന്നിടത്തുള്ള തൗഫീക്ക് നഷ്ടപ്പെട്ടതാണ് പ്രശ്നം. ഫൗസാനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ അങ്ങനെ വായിച്ചു പറയുന്നുണ്ട്. നമ്മൾക്ക് ഇബാറത്തുകളുടെ ആവശ്യമില്ല, നമുക്ക് പരിശുദ്ധ ഖുർആൻ്റെ ആയത്ത് വേണം, പ്രവാചക ചര്യ വേണം. ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്നതാണല്ലോ. അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹി വസുന്നത റസൂലി. രണ്ടു കാര്യം ഉപേക്ഷിച്ച് പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. ഒന്ന് അള്ളാഹിൻ്റെ കിതാബാണ്, അത് സുന്നത്താണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ആ ഷെയ്ത്താൻ ആ ആരാധനയുടെ ഫലമായി ഇയാളെ സഹായിക്കും എന്ന് ഏത് ഖുർആനിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത്? ഖുർആനിലെ ഏതു ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ നബിയുടെ ചര്യയിൽ നിന്ന്, സുന്നത്തിൽ നിന്നുള്ള ഏതു ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് ഖുർആനിൽ നിന്ന് നിരവധി ആയത്തുകളുണ്ട്. എന്നിട്ട് ഇദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, അവർ ഇബാദത്ത് ചെയ്യുന്നു, ഞങ്ങളെന്ത് പഴച്ചുപോയി അല്ലേ? അതുപോലെ അവർ ആരാധിക്കുന്നു, ഞങ്ങളെന്ത് പഴച്ചുപോയി. അവർ സിഹ്ർ ചെയ്യുന്നു, ഞങ്ങളെന്ത് പഴച്ചുപോയി. ഇവർ അപ്പോൾ അവർ ആരാധിക്കുന്നുണ്ട് പിശാചിനെ, അതിന് നമ്മളെന്ത് പിഴച്ചു? അവർ ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്നുണ്ട്, അതിന് നമ്മളെന്ത് പിഴച്ചു? അവർ സിഹറിൻ്റെ പണികളെല്ലാം എടുക്കുന്നുണ്ട്, അതിന് നമ്മളെന്ത് പിഴച്ചു? പിശാചിൻ്റെ അധ്യാപനങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട്, അതിന് നമ്മളെന്ത് പിഴച്ചു? അപ്പോൾ പിശാചും മനുഷ്യരും തമ്മിൽ ഈ നിലക്കുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്, ഒരു ബാന്ധവമുണ്ട്. അതാണ് ഇവിടെ നടക്കുന്ന ഇത്തരം തിന്മകളുടെ പിന്നിലെന്ന് പറഞ്ഞാൽ അതിൽ എന്ത് അപാകതയാണുള്ളത്? എവിടെയാണ് അതിൽ അപാകത വരുന്നത്? എവിടെയാണ് അതിൽ ഹറാമ് വരുന്നത്? എവിടെയാണ് അതിൽ ഷിർക്ക് വരുന്നത്? ആലോചിച്ചു നോക്കൂ. സിറാജ് ബാലുശ്ശേരിയുടെ പ്രസംഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ടൊരു കാര്യം ഞങ്ങളെന്ത് പിഴച്ചു, ഞങ്ങളെന്ത് പിഴച്ചു, ഞങ്ങളെന്ത് പിഴച്ചു എന്നതാണ്. നിങ്ങൾ പിഴക്കുക മാത്രമല്ല, സമൂഹത്തെ പിഴപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. സ്വയം പിഴക്കുക മാത്രമല്ല, സമൂഹത്തെ പിഴപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. വിശ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുചര്യയുമാണ് പ്രമാണം എങ്കിൽ ആ പ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങളോ പ്രമാണത്തിനില്ലാത്ത കാര്യങ്ങളോ സമൂഹത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് പിഴച്ചവാദമാണ്, പിഴപ്പിക്കുന്ന കാര്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ജിന്ന് രോഗമുണ്ടാക്കും എന്ന വിശ്വാസം. അത് പിഴച്ചവാദമാണ്, പിഴപ്പിക്കുന്നതാണ്. 2, സ്ത്രീകളുമായി പിശാച്, ജിന്ന് ശരീര സമ്പർക്കത്തിലേർപ്പെടും. അത് പിഴച്ചവാദമാണ്, പിഴപ്പിക്കുന്ന വാദമാണ്. 3, മനുഷ്യൻ്റെ സ്ത്രീയുടെ ഗർഭാശയത്തിലുള്ള കുട്ടിയെ അബോർഷൻ വരുത്തും. അത് പിഴച്ചവാദമാണ്, പിഴപ്പിക്കുന്ന വാദമാണ്. ഏതെങ്കിലും തരത്തിൽ നടന്നു പോകുന്ന ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരാളെയോ ജിന്ന് മറിച്ചിടും, പിശാച് മറിച്ചിടും. അത് പിഴച്ചവാദമാണ്, പിഴപ്പിക്കുന്ന വാദമാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ജിന്ന് പിശാചുകൾക്കുണ്ട്. അത് പിഴച്ചവാദമാണ്, പിഴപ്പിക്കുന്ന വാദമാണ്. ഇത്തരത്തിലുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ സിറാജ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള വിശ്രം പണ്ഡിതന്മാർ കൃത്യമായി സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് പിഴച്ചവാദമല്ലെങ്കിൽ, അത് പിഴച്ചതല്ല, സത്യസന്ധമായതാണ്, ശരിയായതാണ്, ഇസ്ലാമിക വിശ്വാസാചാരത്തിലുള്ളതാണ് എങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കേണ്ടത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ വചനമല്ല. നേരെ മറിച്ച് ഇതൊരു മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അയാളുടെ അമലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഇന്ന ആയത്ത് പ്രകാരം, ഇന്ന ഹദീസ് പ്രകാരം ഇന്നതുണ്ട്, ഇന്നതുണ്ട്, ഇന്നതുണ്ട് എന്നതാണ്. അതല്ലാതെ ഒരു ആയത്തിൻ്റെ ഒരു പരാമർശത്തിൽ നിന്ന് കുറേ പണ്ഡിതന്മാർ അതിനെ ഇന്നതാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ വ്യാഖ്യാനത്തിന് നിങ്ങൾ കുറേ ഉദ്ധരണികൾ ഉദ്ധരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുന്നില്ല.
പ്രമാണത്തിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ പറയണം. അതല്ല, പ്രമാണത്തിൽ നിന്ന് വിട്ടതുകൊണ്ടാണ് നിങ്ങൾ പഴച്ചതും സമൂഹത്തെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവർ പഴച്ചു പോകുന്നത് അവർ ചെയ്യുന്ന ആ ആരാധനക്ക് അഥവാ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും എന്ന് ഇവർ എന്ത് ചെയ്യുന്നു? സമൂഹത്തെ പഠിപ്പിക്കുന്നു. എങ്ങനെ? ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ഷെയ്ത്താന് സാഹിർ മാരണക്കാരന് ഷെയ്ത്താൻ സഹായം ചെയ്തു കൊടുക്കും എന്ന വിശ്വാസത്തിലൂടെ അവരുടെ ആ ഇബാദത്തിന് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന ആരാധനക്ക് പ്രാർത്ഥനക്ക് ഫലമുണ്ട് എന്ന് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുകയും ഇവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പഴച്ചു പോകുന്നത്. ആ കാര്യം വേണമെങ്കിൽ അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ സാധിക്കും. അപ്പോൾ പിശാജ് പഠിപ്പിച്ച കാര്യങ്ങളും പിശാജിൻ്റെ പ്രേരണക്കനുസരിച്ചും ഒരാൾ ശിർക്ക് ചെയ്യുമ്പോൾ, അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ പിശാജിനെ തന്നെ ആരാധിക്കുമ്പോൾ, പിശാജിനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ, ഈ സാഹിർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവനെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുന്നു. അത് ഒന്നുകൂടി ഊന്നി പറയാണ്, പ്രമാണത്തിലേക്ക് എന്ത് ചെയ്യണം? തിരിച്ചു വരണം. അല്ലാതെ നിങ്ങൾ പറഞ്ഞ വാദത്തിനെതിരായി സാലിഹ് ഫൗസാൻ അഖീദത്തു തൗഹീദിൽ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അതെന്ത് ചെയ്തത്? എടുത്തു ധരിച്ചത്. മാത്രവുമല്ല, അദ്ദേഹം ആ പറഞ്ഞത് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ടാണ്. സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്താണ് അദ്ദേഹം അതിന് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രമാണമായി ഉദ്ധരിച്ചിട്ടുള്ളത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാ മാ ലാ യളുറുഹും വലാ യൻഫഉഹും. അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവർ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ വരുത്തിവെക്കാൻ കഴിയാത്തവരാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? അവർ ജൽപ്പിക്കുന്നു. വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുക്കൽ ശുപാർശ പറയുമെന്ന് അവർ ജൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് അള്ളാഹ് പഠിപ്പിച്ചതല്ല എന്ന് ഖുർആൻ അവിടെ തീർത്ത് പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രമാണബദ്ധിതമായി പണ്ഡിതന്മാർ പറഞ്ഞതിനെ ഞങ്ങൾ സ്വീകരിക്കും. അത് നിങ്ങൾ പറഞ്ഞ വാദത്തിനെതിരാണെങ്കിൽ അത് ഞങ്ങൾ എടുത്തുദ്ധരിക്കുകയും ചെയ്യും. അതാണ് വസ്തുത. ഇനി നോക്ക്, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ചോദ്യം എന്താ പറയുക? കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. കോടാനുകോടി ജനങ്ങളെ ശൈത്താൻ വഴിപിഴപ്പിക്കുന്നില്ലേ? അതൊക്കെ കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറത്താണ് എന്നാണോ നിങ്ങളുടെ വാദം? ജനങ്ങൾക്ക്, മനുഷ്യർക്ക് അവരുടെ ചീത്ത പ്രവർത്തനങ്ങളൊക്കെ ശൈത്താൻ അലങ്കാരമാക്കി തോന്നിപ്പിക്കുന്നില്ല. സുയ്യിന ലഹുമു ഷൈത്താൻ. അതൊക്കെ വൈബി ആണ് എന്നാണോ നിങ്ങളുടെ വിശ്വാസം? ഷൈത്താൻ വസ്വാസ് ഉണ്ടാക്കുന്നില്ലേ? അതൊക്കെ വൈബി ആണോ എന്നാണ് നിങ്ങളുടെ വിശ്വാസം? അതെ, നമ്മൾക്ക് പറയാനുള്ളത് അതൊക്കെ വൈബിയാണ്. കാരണം കുട്ടി ഷൈത്താൻ തന്നെ വൈബിയാണ്. ഷെയ്ത്താൻ തന്നെ ജിന്നുവർഗത്തിൽപ്പെട്ട ആ ഷെയ്ത്താൻ, ആ ജിന്നുവർഗം തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വൈബിയാണ്. വഹിയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധ്യമല്ല. ആ ഷെയ്ത്താൻ ജനങ്ങൾക്ക് തിന്മകളെ എന്ത് ചെയ്യും? അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കുമെന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞു. സുയ്യിന ലഹുമു ഷൈത്താനു അഅ്മാലഹും എന്ന് പടച്ചവൻ പറഞ്ഞു തന്നത് കൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഷെയ്ത്താൻ മനുഷ്യൻ്റെ മുന്നിലൂടെ, പിന്നിലൂടെ, വലതുഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ വരും. ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ. എന്നിട്ട് അവരെ ഭൂരിപക്ഷത്തെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായി കണ്ടെത്താൻ സാധിക്കുകയില്ല. അഥവാ പടച്ചവന് നന്ദി കാണിക്കുന്നതിൽ നിന്ന് നന്ദികേട് കാണിക്കുന്നതിലേക്ക് വസ്വാസിലൂടെ ശൈത്താൻ കൊണ്ടുപോകുമെന്ന് പടച്ചവൻ പറഞ്ഞു തന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. അത് 100% ഗൈബിയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വസ്വാസിൽ നിന്ന്, അത്തരത്തിലുള്ള ശൈത്താന്റെ പ്രേരണയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് സഹായം തേടണമെന്ന് പറഞ്ഞത്. സൂറത്തു അഅ്റാഫിലെ 206-ാമത്തെ ആയത്ത്, ഇതേ ആയത്ത് സൂറത്തു ഫുസ്സിലത്തിലെ 36-ാമത്തെ വചനം കാണാം. അതുപോലെ തന്നെ സൂറത്തു നാസിൽ എന്താ? അള്ളാഹിനോട് രക്ഷ തേടുന്നു. ഇല്ല, ജനങ്ങളുടെ ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. എന്തുകൊണ്ട് അള്ളാഹിനോട് രക്ഷ തേടണം? അത് 100% വൈബിയാണ്. അപ്പോൾ വൈബിയായ വിധത്തിൽ ആ ഒരു കഴിവ് ശൈത്താൻ അള്ളാഹ് നൽകിയിട്ടുണ്ട് നമ്മളെ പരീക്ഷിക്കാൻ.
എന്ന് നമ്മൾ തീർത്തെന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹ് തന്നെ പറഞ്ഞു തന്നു. അത് അള്ളാഹിനോട് രക്ഷ തേടലാണ്. അത് യഥാർത്ഥത്തിൽ ശിർക്കൻ വിശ്വാസമല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചു അത് ശിർക്കൻ വിശ്വാസമാണ്. കാരണം വൈബിയായി മനുഷ്യന് രക്ഷയോ ശിക്ഷയോ നൽകാൻ ആർക്കു മാത്രമേ സാധിക്കൂ? അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം. അതിൽ സിറാജ് ബാലുശ്ശേരിക്ക് നമ്മൾ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ വിഷയത്തിൽ മനസ്സിലായി എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എതിർക്കാനുള്ള കാരണം ഇന്നതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായി മനസ്സിലായ സംഗതി അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ലാതെ ഇവർ ഇബാദത്ത് ചെയ്തപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പിശാച് സഹായിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അത് ശിർക്കല്ലേ എന്നായിരിക്കാം ഒരുപക്ഷെ ഇവർ വിചാരിക്കുന്നത്. എന്നാൽ അപ്പൊ സിറാജിന്റെ സംസാരം നിങ്ങൾ കേട്ടു. അപ്പൊ കാര്യം അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇയാൾ. അപ്പോൾ വൈബിയായി ഗുണമോ ദോഷമോ നമുക്ക് വരുത്തി വെക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സൂറത്ത് യൂനുസിലെ 107-ാമത്തെ ആയത്തിൽ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷെയ്ത്താൻ നമുക്ക് വൈബിയായ വിധത്തിൽ നമ്മെ വസ്വാസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഈ വിശ്വാസത്തിന് എതിരല്ല. അതിൻ്റെ കാരണം അള്ളാഹു പഠിപ്പിച്ചു തന്നതുകൊണ്ട്, ഖുർആനിലൂടെ അറിയിച്ചു തന്നതുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്. മാത്രവുമല്ല അതിൻ്റെ രക്ഷാമാർഗം അള്ളാഹുവിനോട് സഹായം തേടലാണ് എന്നും അള്ളാഹ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതുപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെന്ത് ചെയ്തിട്ടുണ്ട്? ജീവിപ്പിച്ചു. ബീദിനില്ല അല്ലേ? അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്തിൻ്റെ ഭാഗമായി. പക്ഷേ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്താ? മരിച്ചവരെ ജീവിപ്പിക്കുന്നവരാരാണ്? അള്ളാഹുവാണ് അല്ലേ? ഖുർആൻ അത് എടുത്തു പറഞ്ഞു. അപ്പോൾ ഒരാൾ പറയാം, സിറാജിനെപ്പോഴുള്ള ഒരാൾ വന്നിട്ട് പറയാം, അല്ല അള്ളാഹ് മാത്രമല്ല മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, ഈസാ നബി ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയുള്ള ഒരു ദുർന്യായമാണ്. പിന്നെ അള്ളാഹ്ക്ക് മാത്രമേ വൈബിയായി നമുക്ക് രക്ഷയോ ശിക്ഷയോ നൽകാൻ സാധിക്കുകയുള്ളൂ. ശൈത്താൻ വൈബിയായി ദുർബോധന നടത്തുമെന്ന് വിശ്വസിച്ചാൽ അത് ഇവിടെ ഈ തൗഹീദിനെ പൊളിക്കലാണ് എന്ന വാദം. അപ്പം ഇത് മനസ്സിലായിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രോഗമുണ്ടാകുക എന്നത് ഫിത്രിയാണ്, നാം പ്രകൃതിപരമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാഹിർ ലബീദ് ബിൻ അൽസം ഉണ്ടാക്കിയിട്ടുള്ള രോഗം അത് ഫിത്രിയാണോ? അല്ല, അദ്ദേഹം പറയുന്നത് ബുഖാരിയിൽ ഒരു ഹദീസിൻ്റെ പരാമർശവുമായി ബന്ധപ്പെടുത്തിയിട്ട് സൂചിപ്പിക്കുന്നിടത്ത് പറയുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സിഹർ നടത്തി, അഥവാ നബിക്ക് സിഹർ ഫലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ഫലിക്കാനുള്ള കാരണം എന്താണ്? സ്വാലിഹ് ഫൗസാൻ്റെ തന്നെ ഉദ്ധരണി എടുത്തിട്ടാണ് അദ്ദേഹം ആ ഭാഗം വിശദീകരിച്ചു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അല്ലെങ്കിൽ കൃത്യമായി സിറാജ് അത് വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനായതുകൊണ്ട് നബിക്ക് മുറിവ് പറ്റാം, നബിക്ക് അപകടങ്ങൾ വരാം, നബിക്ക് രോഗം വരാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ വഴി ഒരു രോഗം ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് ഫിത്രിയാണ്. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കൽ, കോട്ടിമാറ്റൽ. സാധാരണ ഇപ്പോൾ ഒരു മുറിവ് പറ്റി, വാളുകൊണ്ട് വെട്ടിയപ്പോൾ മുറിവ് പറ്റി, അടിച്ചപ്പോൾ വേദനയായി, ഇതൊക്കെ നമുക്ക് ഫിത്രിയാണ് എന്ന് പറയാം. പക്ഷേ ഇവിടെ സാഹിറായ ലബീദ് ബിൻ അൽസം, നബിയുടെ മുടി, അതുപോലെ തന്നെ നബി ചീകാൻ ഉപയോഗിച്ച ചീർപ്പിൻ്റെ പല്ലുകൾ, ഈത്തപ്പനയുടെ ഒരു ഉണങ്ങിയ കുലത്തണ്ട്, ഇത് മൂന്നും ദർവാൻ എന്ന് പറയുന്ന കിണറ്റിൽ കൊണ്ടുപോയിട്ടപ്പോൾ എങ്ങനെ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിക്ക് കുഴപ്പം സംഭവിച്ചത്? ചെയ്ത കാര്യം ചെയ്തിട്ടില്ല അത്, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകന് തോന്നി എന്നതാണ്. അത് ദിവസങ്ങളോളം മാസങ്ങളോളം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇനി സിറാജ് പറയട്ടെ, എത്ര ദിവസമാണ് എന്നുള്ളത് സിറാജ് പറയട്ടെ, അപ്പോൾ നമുക്ക് കാര്യം. അപ്പോൾ ഇവിടെ എവിടെ ഫിത്രി? ഇത് ഫിത്രിയല്ല. നിങ്ങൾ വാദിക്കുന്നത് മാത്രവുമല്ല, ഈ സിഹർ ഫലിക്കുമെന്ന് പറയുന്നവർ വാദിക്കുന്നത് ലബീദ് ബിൻ അൽസം ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തു. എന്നിട്ട് അവരെ തൃപ്തിപ്പെടുത്തിയപ്പോൾ ഈ ആരാധനയുടെ, ഈ പൂജയുടെ അഥവാ ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഷെയ്ത്താൻ ഇവരെ സഹായിച്ചതാണ്. അത് ഫിത്രിയല്ല, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. മാത്രവുമല്ല വിശുദ്ധ ഖുർആനിൽ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ,
സൂറത്തു അഹ്റാഫിലെ 195-ാമത്തെ വചനത്തിൽ. അത് പ്രവാചകരോടാണ് വെല്ലുവിളിക്കാനുള്ള ആവശ്യപ്പെട്ടത്. കുലിദൂ ഷുറക്കാക്കു സുമ്മക്കീദൂനി ഫലാത്തുള്ളിറൂൻ 195-ാമത്തെ വചനത്തിൻ്റെ അവസാനം, നിങ്ങൾ നിങ്ങളുടെ ശരീക്കന്മാരെ മുഴുവൻ വിളിച്ചോളി, എന്നിട്ട് എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കൂ, സാവകാശം വേണ്ട, കാത്തുക്കണ്ട. നമ്മൾ ഈ ലോകാവസാനം വരെ ഈ വെല്ലുവിളി നിലനിൽക്കും എന്നുള്ള വാദക്കാരാണ് നമ്മൾ. ഖുർആൻ വെല്ലുവിളിച്ചതാണ്, അള്ളാഹ് നടത്തിയിട്ടുള്ള വെല്ലുവിളിയാണ്. എന്താണ്? അള്ളാഹുവിനു പുറമെ ഇവർ ആരാധിക്കുന്ന ഒരു ശക്തിക്കും, അമ്പിയാക്കളോ ഔലിയാക്കൾ, മഹാന്മാർ, മുനിമാർ, മഹർഷിമാർ, ദിവ്യന്മാർ, സിദ്ധന്മാർ, മലക്കുകൾ, ജിന്നുകൾ, ആരൊക്കെയുണ്ടോ ഇവർക്കാർക്കും വൈബിയായ വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. ആ അടിസ്ഥാന തത്വത്തെ മുൻനിർത്തിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? വെല്ലുവിളി നടത്തിയത്. നിങ്ങളെല്ലാവരും വിളിക്കി. പക്ഷേ ഇവർ വാദിക്കുന്നതോ അല്ല, ഈ വെല്ലുവിളിയൊക്കെയാണ് തോട്ടിക്കെറിഞ്ഞ് ആര്? ലബീദ് ബിൻ അഅ്സം. എന്നിട്ട് ഷെയ്ത്താനെ കൂട്ടുപിടിച്ച് ഷെയ്ത്താനെ ആരാധിച്ചു, ഷെയ്ത്താനെ പൂജിച്ചു, എന്ന് വെച്ചാൽ ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഷെയ്ത്താൻ എന്ത് ചെയ്തു? ഇവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി പ്രവാചകൻ്റെ ബുദ്ധിക്ക് എന്ത് ചെയ്തു? തകരാറ് സംഭവിച്ചു. അപ്പം ഇത്തരത്തിൽ വളരെ വളരെ ഷിർക്കിലേക്കും കുഫറിലേക്കും ജനങ്ങളെ നയിക്കുന്ന, വഴികേടിലാക്കുന്ന വാദങ്ങളാണ് സിറാജ് ബാലുശ്ശേരിയും അതുപോലെ തന്നെ വിഷ്ണൻ ടീമും അവരുടെ നേതാക്കന്മാരും അവരുടെ പണ്ഡിതന്മാരും സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകൾ സംശയത്തോടു കൂടി ചോദിച്ചേക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? പിശാജ് യഥാർത്ഥത്തിൽ പിശാജിൻ്റെ ദുർമന്ത്രം മാത്രം എന്നല്ലേ ഖുർആൻ പറയുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ പിശാജിൻ്റെ ദുർമന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ആവർത്തിച്ച് സിറാജുൽ ഇസ്ലാം ഉണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹം ഇതിനെ ലളിതവൽക്കരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു അസുഖം എങ്ങനെയാണ് ബാധിക്കുന്നത്? പിശാജ് രോഗമുണ്ടാക്കുന്നു എന്ന കാര്യം അത് ജിന്ന് വഴിയാണ് വരുന്നത് എന്ന് ആദ്യം പറഞ്ഞു പോവുകയാണ് ചെയ്യണത്. എന്നിട്ട് രക്തം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ജിന്നുണ്ടാകും, അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ എല്ലായിടത്തും പിശാചുണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഒരാളിൽ സംശയം ജനിക്കാനൊരു സാധ്യത ഉള്ളത് കൊണ്ട് മെല്ലെ അവിടുന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വേറൊരു വാദത്തിലേക്ക് കടന്നു വരികയാണ്. അതെങ്ങനെയാണ്? പിശാച് രോഗമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ രോഗമുള്ള ഒരാളടുക്കലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടാകുന്നു. അപ്പോൾ അവിടെ പോകുന്നു, അദ്ദേഹത്തിന് രോഗമുണ്ടാകുന്നു. അദ്ദേഹത്തിന് തെറ്റായ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു, അപ്പോൾ അയാൾ അവിടേക്ക് പോകുന്നു, അയാൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തെമ്മാടിമാരായ ആളുകൾ, കൊല ചെയ്യുന്ന ആളുകൾ, പിടിച്ചുപറിക്കാരായ ആളുകൾ, ഈ ആളുകളൊക്കെ അല്ലേ അവരൊക്കെ പിടിച്ചുപറിയും കൊലയും കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ? അപ്പോൾ ആ പിടിച്ചുപറിയും കൊലയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് എന്താണ്? അത് പിശാചിൻ്റെ ദുർമന്ത്രത്തിൻ്റെ ഭാഗമായി, ദുർബോധനത്തിൻ്റെ ഭാഗമായി നല്ലതാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഈ സിഹർ എന്ന് പറയുന്നൊരു കാര്യം വിശ്വസിക്കാൻ എത്ര പ്രയാസം എന്ന് ചോദിക്കാൻ. യഥാർത്ഥത്തിൽ ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി വൈബിയായ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അത് അംഗീകരിക്കുന്നതിൽ എന്തോ ചില അപാകതകൾ, തൗഫീഖില്ലായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചീർപ്പ്, അതേപോലെ തന്നെ ഒരു മുടി, ഈ കാരക്കയുടെ കുരുവിൻ്റെ ഭാഗം, ഇതൊക്കെ എന്തിനാണ് അള്ളാഹ് ഭൂമിയിൽ ഉണ്ടാക്കിയത്? അതൊക്കെ അല്ലെങ്കിൽ എന്തിനാണ്? അതിനൊരു ഫിത്രത്തുണ്ട്, ആ ഫിത്രത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കോഴിമുട്ടൻ്റെ മുകളിൽ കുറച്ച് അറബി അക്ഷരങ്ങൾ എഴുതിയാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റുമോ? കാരണം കോഴിമുട്ടയുടെ പ്രകൃതി എന്താ, ഫിത്രത്ത് എന്താ? കോഴിമുട്ടയുടെ ഫിത്രത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ ഓംലെറ്റ് അടിച്ച് കഴിക്കാനുള്ളത്, അതല്ലെങ്കിൽ കോഴിക്കുഞ്ഞുണ്ടാക്കാനുള്ളത്, അതല്ലേ അതിൻ്റെ ഫിത്രത്ത്. കയ്യിലൊരു നൂല് കെട്ടി, ആ നൂല് കെട്ടിയാൽ രോഗം മാറും എന്ന് വിശ്വസിക്കുന്നു. അത് ഫിത്തറിയല്ല. എന്തുകൊണ്ട് ഫിത്തറിയല്ല? ആ നൂലിന് അങ്ങനെ ഒരു ഫിത്രത്തില്ല. ഇവിടെ സംഭവിക്കുന്നത് ആ നൂലിൻ്റെ കാര്യകാരണ ബന്ധം എന്താണ്? നൂലിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുക, അതാണ് അതിൻ്റെ കാര്യകാരണ ബന്ധം. അതിനപ്പുറത്തേക്ക് ആ നൂലിൽ പരമേൽപ്പിച്ചുകൊണ്ടോ നൂലിന് ഗുണമുണ്ടോ എന്ന് വിശ്വസിച്ച് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയാ? അതിന് ബിദ്അത്ത് എന്നാണോ പറയാ? അതിന് കുഫർ എന്നാണോ പറയാ? അതിന് ഹറാം എന്നാണോ പറയാ? അതല്ല, അതിന് ശിർക്ക് എന്നാണോ പറയാ?
കാര്യകാരണ ബന്ധത്തിന് അതീതമായി അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരമോ ഉപദ്രവമോ ഒരാൾക്ക് വരുത്തുന്നതിൻ്റെ മതപരമായ സാങ്കേതിക പദപ്രയോഗം എന്താണ്? അത് മുസ്ലിം സമൂഹത്തിന് പറഞ്ഞു കൊടുത്താൽ പ്രശ്നം പരിഹരിക്കും എന്ന് ഇത് മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി അംഗീകരിക്കുന്നതാണ്. വിശ്രം വിഭാഗവും അതേപോലെ തന്നെ അതിൻ്റെ പണ്ഡിതന്മാരുമായ ആളുകൾ ഞങ്ങൾ മുജാഹിദുകളാണ് എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ മുജാഹിദുകളാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അവരുടെ തഫ്സീറുകളിൽ എഴുതിയിട്ടുണ്ട് എന്നതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഏറ്റവും വളരെ പഴക്കം ചെന്ന പണ്ഡിതരിൽ ഒരാളാണ് കെ ഉമർ മൗലവി. വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പല ദർസുകളിലുമൊക്കെ പഠിക്കുകയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല കാര്യം. ഒരു പണ്ഡിതൻ എന്ന നിലക്ക് അത്തരം സൗകര്യങ്ങളൊക്കെ തൗഫീക്കുകളൊക്കെ കിട്ടിയതിൽ വലിയ സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ വളരെ കൃത്യമായി പഠിക്കുകയും ഇബ്നു ബാസ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായിട്ടുള്ള പണ്ഡിതന്മാർ റഹ്മഹുല്ല അവരോടൊക്കെ സൗഹൃദം വെച്ച് പുലർത്തുകയും ചെയ്തിട്ടുള്ള മഹാപണ്ഡിതനാണ് ഉമർ മൗലവി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം. ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം പറയുന്നിടത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്നിടത്ത് സൂചിപ്പിച്ച ഒരു ഭാഗം അതിങ്ങനെയാണ്: മനുഷ്യന് ഒരു ജന്മശത്രുവുണ്ട്, അവനെ മനുഷ്യൻ ബാഹ്യനേത്രം കൊണ്ട് കാണുന്നില്ല. മനുഷ്യന്റെ ജന്മശത്രുവിനെ മനുഷ്യൻ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ല, അവൻ അദൃശ്യലോകത്തിൽപ്പെട്ടവനാണ്. ബ്രാക്കറ്റിൽ ഗൈബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അഥവാ അവൻ ഗൈബിൽപ്പെട്ടവനാണ് എന്ന് മഹാനായ ഉമർ മൗലവി വളരെ കൃത്യമായി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. ഇതേ ഭാഗം തന്നെ ബഹുമാന്യ പണ്ഡിതനായ നമുക്കെല്ലാവർക്കും പരിചയമുള്ള മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഈ ഭാഗം പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിലെ 27-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണം പരിശോധിച്ച് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. അതേപോലെ തന്നെ 2-ാം അധ്യായത്തിലെ സൂറത്തു ബഖറയിലെ 3-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണം വായിച്ചു നോക്കിയാലും ഇത് കാണാൻ കഴിയും. അവിടെയൊക്കെ ഗൈബിയായ തരത്തിലാണ് പിശാചിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള പ്രവർത്തനം എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, വിശ്രം വിഭാഗത്തിലെ പണ്ഡിതന്മാരായ ആളുകൾ ചില പണ്ഡിതന്മാരുമായി ആദർശ സംവാദങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. ആ ആദർശ സംവാദത്തിൻ്റെ ഒരു വ്യവസ്ഥ എഴുതുന്ന സമയത്തും ഇത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിനാവശ്യമായ തെളിവുകൾ എന്ത് ചെയ്യാം, നമുക്ക് സമർത്ഥിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ സിഹിർ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതും അതേപോലെ തന്നെ പിശാച് കാര്യകാരണ ബന്ധത്തിന് അധീനപ്പെട്ടതാണ് ഗൈബിയല്ല എന്ന വിശ്വാസം. അത് ഖുർആനിനെതിരാണ്, പ്രവാചകന്റെ തിരുചര്യക്കെതിരാണ്. സച്ചരിതരായ ആളുകൾ പ്രമാണബന്ധമായി പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിനെതിരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാഹ് പ്രവർത്തനം നിർവഹിച്ചിട്ടുള്ള പൂർവ്വസൂരികളായ മുജാഹിദ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനെതിരാണ്. മുജാഹിദ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വിവരണത്തിനും എതിരാണ്. എന്നാൽ പൂർവ്വസൂരികളും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും അതിനനുസൃതമായ പൂർവ്വസൂരികളുടെ അഭിപ്രായങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിലെ പൂർവ്വ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളുമാണ് KNM മർക്കസു ദഅ്വ വിഭാഗം സ്വീകരിക്കുന്നത്. നിങ്ങൾ അതിന് വിരുദ്ധമായ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മളിവിടെ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും വീണ്ടും നമ്മൾ അൽഹംദുലില്ലാ എന്ന് തന്നെ പറയുന്നത്, നമ്മളുടെ കരിപ്പൂർ സമ്മേളനത്തിൽ ബുദ്ധി എന്നൊരു പരാമർശം വന്നപ്പോഴേക്കും സെക്കൻഡുകൾക്കകം ചാടി എഴുന്നേറ്റ് വന്നിരുന്ന സിറാജ് ബാലുശ്ശേരി ഇപ്പോൾ ഇടക്കിടക്ക് ബുദ്ധി, മനുഷ്യ ദിഷണ എന്നൊക്കെ നല്ല മലയാളത്തിൽ, ശുദ്ധ മലയാളത്തിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും വളരെ നേട്ടമുണ്ട്. കാരണം ആ ബുദ്ധിയെ നിങ്ങൾ അംഗീകരിക്കുന്നു, മനുഷ്യ ദിശയെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്നതിലൊക്കെ സന്തോഷം. അതോടൊപ്പം ആ മനുഷ്യ ബുദ്ധിയും ആ ദിശണയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്, തിരുചര്യ എന്താണ് പറഞ്ഞത് എന്നതിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിത ലോകത്ത് അവരൊക്കെ 1,000 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ അഭിപ്രായങ്ങളിൽ പരിശുദ്ധ ഖുർആനിനും തിരുചര്യക്കും യോജിക്കുന്നത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിത നിലപാട്.
ഇമാം ഷാഫിയെപ്പോലും അന്ധമായി അനുകരിക്കരുത് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച ആളുകളാണ് ആര്? മുജാഹിദ് പ്രസ്ഥാനം. അത് ഷാഫിയുടെ തന്നെ അധ്യാപനാണ്. ഇതാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് ഇമാം ഷാഫി പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ തലത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാനാണ് സിറാജ് ബാലുശ്ശേരി എന്ത് ചെയ്യേണ്ടത്? ശ്രമിക്കേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സിറാജ് ബാലുശ്ശേരി പറഞ്ഞ ഒരാളെ കൊല്ലാൻ പ്രേരിപ്പിക്കാൻ പോലും എന്ത് ചെയ്യും? ഷെയ്ത്താന് സാധിക്കൂലേ? പിന്നെന്താ വേറുള്ളത് കഴിയാതൊക്കെ? അത് പ്രേരണയാണ്, വസ്വാസാണ്. അപ്പോൾ ഒരാളിൽ ദുർബോധനം നടത്തിയിട്ട് വലിയ വലിയ കടുത്ത തിന്മകളിലേക്ക് പോലും പ്രേരിപ്പിക്കാൻ ആർക്ക് സാധിക്കും? ഷെയ്ത്താന് സാധിക്കും. അവിടെ ഒരു പിശാച് പ്രേരണ നടത്തി ഒരാളെ കൊല്ലാൻ വേണ്ടി മനസ്സിൽ തോന്നിപ്പിക്കുന്നിടത്ത് പിശാചിനെ പൂജിക്കുന്നില്ല, പിശാചിനെ പ്രാർത്ഥിക്കുന്നില്ല, പിശാചിനെ ആരാധിക്കുന്നില്ല. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിശാച് ഏതെങ്കിലും ഒരു കട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണമെന്നില്ല. നേർക്ക് നേരെ തോന്നൽ. ആ ദുർബോധനം വൈബിയാണ്. അതെ, ആ ദുർബോധനം വൈബിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? രക്ഷ തേടണം. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവിടെ പ്രാർത്ഥന ഇല്ല, ആരാധന ഇല്ല, പൂജ ഒന്നുമില്ല. ഈ ആരാധിച്ച് പൂജിച്ച് ശൈത്താന്റെ സഹായം തേടുന്നു എന്ന് പറയുന്നിടത്താണ് എന്ത് വരുന്നത്? ഷിർക്ക് കടന്നു വരുന്നത്. ആ ഷിർക്കിൽ അധിഷ്ഠിതമാണ് സിഹ്ർ, ആ മാരണം. അത് നിങ്ങളും അംഗീകരിക്കുന്നുണ്ടല്ലോ. അവിടെ ശൈത്താന് വൈബറിയുമെന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്നുണ്ട് മുജാഹിദുകളിൽ ആർക്കാണ് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത്? മുജാഹിദുകളിൽ ആർക്കും ആ വിശ്വാസമില്ല. അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. മുജാഹിദുകളിൽ, യഥാർത്ഥ മുജാഹിദുകളിൽ ഷെയ്ത്താന് വൈബറിയും എന്ന വിശ്വാസമില്ല. പക്ഷേ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ടല്ലോ. ആ മുജാഹിദുകൾ അവർ അറിഞ്ഞോ അറിയാതെയോ ഷെയ്ത്താന് വൈബറിയുമെന്ന് വിശ്വസിക്കുന്നു. അതിന് കാരണം എന്താ? ഇപ്പോൾ ഫൗസാൻ തന്നെ വായിച്ചു ഉദ്ധരണി നോക്ക് എഴുതിയ കാര്യം, സിഹിറിലെ രണ്ടാമത്തെ ഷിർക്കിൻ്റെ രൂപം മനുഷ്യ ജിന്ന് പിശാചുക്കൾക്ക് വൈബ് അദൃശ്യമറിയുമെന്ന വാദം കൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പങ്കു ചേർക്കലും സിഹിറിൽ ഉൾപ്പെടുന്നു. അപ്പോൾ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ ഈ അന്ധവിശ്വാസം ചെയ്യേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. സാഹിർ ഈ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ സിഹിറിന് ഫലം ലഭിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ആ സാഹിറിൻ്റെ സിഹിറിന് ഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരാരും മുജാഹിദുകളല്ല. കാരണം മുജാഹിദുകൾ ആരും സിഹിർ ഫലിക്കുമെന്ന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട് അംഗീകരിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് സിറാജ് ചെയ്യേണ്ടത് എന്ന് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, പൊതുവിൽ ഒരു തെറ്റിദ്ധാരണ പരത്താനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. പൂർവസൂരികളായ പണ്ഡിതന്മാർ അവർ നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളാണോ? പർവ്വത സമാനരായിട്ടുള്ള മഹാപണ്ഡിതന്മാർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? 4-5 ആളുകൾ പണ്ഡിതന്മാരുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നതനുസരിച്ചുകൊണ്ട് മില്ലത്തിൽ നിന്ന് പുറത്തേക്ക് പോയവരാണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ആ വിഷയത്തിന് മറുപടി സിറാജുൽ ഇസ്ലാം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഹാഫിദുൽ വഹബിയുടെ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ച സമയത്ത് കൃത്യമായി പറഞ്ഞു, ആവർത്തിച്ച് ഞങ്ങളത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു, ഖുർആനിനും സുന്നത്തിനും യോജിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായും ആ പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായത്തെ അംഗീകരിക്കും. ബഹുമാന്യ പണ്ഡിതനായ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിൽ ഉന്നതസ്ഥാനീയനായിട്ടുള്ള ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഇസ്മായിലുൽ ഹർവിയുടെ അഭിപ്രായത്തിന് എതിരായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഗുരുനാഥനെതിരായി അഭിപ്രായങ്ങൾ പറയുന്നത് എന്ന്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി പറഞ്ഞത്, അൽ ഉസ്താദു ഹബീബുൻ ഇലയ്യ, എൻ്റെ ഉസ്താദിനോട് എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്, ഞാൻ ഏറെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ വൽ ഹഖ്ഖു അഹബ്ബു ഇലയ്യ മിൻ ഷൈഖുൽ ഇസ്ലാം, ഷൈഖുൽ ഇസ്ലാമായ എൻ്റെ ഉസ്താദിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടവും ബഹുമാനവും അംഗീകാരവും പരിഗണനയും ഉള്ളത് സത്യത്തിനോടാണ്, യഥാർത്ഥ സത്യത്തിനോടാണ് എന്നത്. പ്രമാണമായ ഖുർആനിനോടും പ്രവാചകൻ്റെ തിരുചര്യയോടുമാണ് മുജാഹിദുകൾ എന്നും പ്രതിബദ്ധത കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്.
ബഹുമാന്യ പണ്ഡിതന്മാരായിരുന്ന KP മുഹമ്മദ് മൗലവിയുടെയും AP അബ്ദുൽ ഖാദർ മൗലവിയുടെയും റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഖ്ലീദ് ഒരു പഠനം എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വസ്തുത കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകൻ്റെ തിരുചര്യയിലേക്കും മടങ്ങുക, അതിനനുസൃതമായ സലഫ് സ്വാലിഹീങ്ങളുടെ സച്ചരിത പാതയിലേക്ക് മടങ്ങുക. ആ അർത്ഥത്തിൽ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നവോത്ഥാന പ്രവർത്തനം നിർവഹിച്ചിട്ട് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പണ്ഡിതന്മാരുടെ നേതാക്കളുടെ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണത്തിൻ്റെ ആശയങ്ങളിലേക്ക് മടങ്ങുക. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.